ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്റ്റൽ റൂം ടൂർ വീഡിയോ ആണ്. ഇത് ആരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഹോസ്റ്റലിൽ വരുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഹോസ്റ്റലിൽ റൂം ടൂർ വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് റൂം ടൂർ എടുത്ത് കാണിക്കാൻ മാത്രമൊന്നും ഇതിനകത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ചുമ്മാ കണ്ടിരിക്കാമല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും അല്ല നമ്മുടെ റൂം, ഇതിലും മോശമായിരുന്നു. ഇന്ന് രാവിലെ വൃത്തിയാക്കി ഇത്രയെങ്കിലും ഒന്ന് ഒതുക്കിയതാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഭംഗിക്ക് ഇതിവിടെ കിടക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കച്ചറയാണ്. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല വൃത്തിയാക്കാനും വെറുക്കാനൊന്നും, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ആക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള റൂം. പിന്നെ നമ്മൾ 8 പേരാണ് ഈ റൂമിൽ അലോ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാൾ പോയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ 7 പേരാണ് റൂമിലുള്ളത്. അതിൻ്റേതായ സൗകര്യക്കുറവുകൾ റൂമിലുണ്ട്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്ഥലമില്ല. പിന്നെ കുറേ ക്യൂട്ട് എസ്തെറ്റിക് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം റൂം നമ്മളിങ്ങനെ ഇത്രയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് നമ്മൾ റൂം മാറ്റുന്ന അങ്ങനെ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിൽ കാര്യമായ പരിപാടികൾ ചെയ്താലും ഇവിടുത്തെ വർക്കല്ല, ഈ റൂമൊക്കെ വീണ്ടും എന്തൊക്കെയോ ചെറുത് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൂമിൽ വീണ്ടും നമ്മൾ ചെയ്തതെല്ലാം വീണ്ടും നശിപ്പിച്ചിട്ട് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കയറി വരുമ്പോഴേ ഒരു 2 ഷെൽഫാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു റാക്കിൽ ഞങ്ങൾ നടുക്ക് കുറേ പുസ്തകവും മേളിൽ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളുമാണ് വെച്ചേക്കുന്നത്. ഒരു ക്ലോക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇവിടെ കാണാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാറാണ്. താഴെ അടുക്കി വെച്ചിരിക്കുന്ന ബാഗ് 3 ദിവസമായിട്ട് അവധി ആയതുകൊണ്ട് മാത്രം അടുക്കി വെച്ചേക്കുന്നതാണ്, ഇല്ല ഇതിവിടെ കാണത്തില്ല. പിന്നെ ഈ ബാഗ് എൻ്റെയാണ്. ഹോസ്റ്റൽ ബാഗ് പാക്കിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് മേളിരിക്കുന്ന ബാഗ് ഗോപിക, ശിവാനി, അങ്ങനെ അവരുടെയൊക്കെ ബാഗാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഈ പെട്ടികളെല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കാലിയാക്കി വെച്ചേക്കുന്ന പെട്ടികളാണ്. ഇതിൽ ആ വലിയ പെട്ടി, അതായത് അറ്റത്തിരിക്കുന്ന വലിയ പെട്ടിയാണ് പലഹാരം ഇട്ട് വെക്കുന്ന പാത്രം. അത് നമുക്ക് റൂമിലേക്ക് സ്പോൺസർ ചെയ്തത് ശിവാനിയാണ്. പിന്നെ കയറി വരുമ്പോൾ സൈഡിലായിട്ട് ഒരു കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്, അത് ലിയമോൾ സ്പോൺസർ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ്, അടിച്ചുവാരി സീനിയേഴ്സിൻ്റെയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കട മേടിച്ച് ഞങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ 2 ചൂലൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന 8 ഷെൽഫാണ് ഞങ്ങളുടെ സാധനങ്ങൾ വെക്കാനുള്ളത്. അതിൽ താഴത്തെ നില 2ാമത്തെ ഷെൽഫാണ് എൻ്റെ ഷെൽഫിനകത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ല. ഉള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആയിരിക്കില്ല, അപ്പോൾ ഇതിൽ മോശമായിട്ടാണ് കാണാറ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് വെച്ച് ഭേദമാക്കി വെച്ചേക്കുന്നു. ഇനി എൻ്റെ ഹോസ്റ്റലിലെ ബാക്ക് പാക്കിങ് കണ്ടവർക്കറിയാം, ഈ സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറേ തീർന്നു. അപ്പോൾ അതൊക്കെ ഇനി എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ ബോക്സാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കമ്മൽ, മാല, വള, അതൊക്കെ ഇതിനകത്തായിട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന് താഴത്തെ ഷെൽഫിൽ ടെക്സ്റ്റ് ബുക്കാണ് വെച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇരിപ്പുണ്ട്. സെക്കൻഡ് ഇയർ അല്ല, ഫസ്റ്റ് സെം സെക്കൻഡ് സെമ്മിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തെ ഇതിൽ കുറച്ച് എൻ്റെ പൗച്ചും പിന്നെ എനിക്ക് 2 കുപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കുപ്പിയൊക്കെ അതിനകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ചാർട്ട് വർക്ക് മോഡലൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലെയർ, കത്രിക, അതെല്ലാം ബോക്സിലിട്ട് അടച്ചു വെക്കുന്നത് താഴത്തെ കള്ളിയിലാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴാണ് സെക്കൻഡ് റാക്കിൽ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇപ്പോൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കണം എന്നില്ല. ഈ കാണുന്നത് കുറേ ഫുഡ് ഐറ്റംസ് ആണ്. അതായത് കുറച്ച് നെയ്യ്, അതുപോലെ അച്ചാർ, അങ്ങനെ കുറച്ചൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഈ റാക്കിലാണ്. പിന്നെ 4 പേരുടെ കുട ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പിന്നെ വെള്ളക്കുപ്പി, ഇതൊന്നും ഇവിടെ അല്ല കാണാറ്. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതൊരു വൃത്തി വേണമല്ലോ. പിന്നെ കട്ടിലിനടിയിലാണ് നമ്മൾ മെയിനായിട്ടും തുണി അലക്കണ ബാസ്ക്കറ്റൊക്കെ വെക്കൽ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു കോംബോ, അങ്ങനെ നീല ബെഡിൽ നീല പാവ, പിന്നെ ബാക്കിയുള്ളത് മൊത്തം ഒരു റോസ് പിങ്ക് കളറിലുള്ള ബെഡ്ഷീറ്റ്, അങ്ങനെയൊക്കെ. പിന്നെ ഉള്ളതേ വെച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് നല്ലോണം വെട്ടം കയറുന്ന റൂമാണ്. ഒത്തിരി ജനലുള്ള റൂം നമ്മുടെയാണ് കേട്ടോ. പകൽ നല്ല വെട്ടം ഉണ്ടാവും റൂമിൽ. അതുകൊണ്ട് നല്ല രസമാണ് റൂമിനകത്ത് ഇരിക്കാനും. നല്ല വെട്ടം എന്ന് പറഞ്ഞാൽ അതുപോലെ ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ ഫാൻ വേണം, ഫാനിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ആകുമ്പോൾ നല്ല ചൂട് തന്നെയാണ്. പിന്നെ നമ്മുടെ റൂമിൽ മെയിനായിട്ട് 3 കണ്ണാടിയാണ് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ കാണുന്നത് കവിത ഭയങ്കര എസ്തെറ്റിക്കാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലിപ്പ് കൊണ്ട് തൂക്കിയിട്ടേക്കുന്നത് അലക്കുന്നതിൻ്റെ. പിന്നെ നമ്മുടെ ഈ സൈഡിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു 2-3 ബെഞ്ച് അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അതിലാണ് നമ്മുടെ എല്ലാവരുടെയും പെട്ടി വെച്ചേക്കുന്നത്. അതിനകത്താണ് ഓൾമോസ്റ്റ് ഡ്രസ്സ് എല്ലാവരും തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് താഴെയായിട്ടും കുറച്ച് പെട്ടിയിലെ ഡ്രസ്സ്, അതുപോലെ ബക്കറ്റ്, പിന്നെ നമ്മുടെ ചെരുപ്പ്, ഇതെല്ലാം നമ്മളിതിൻ്റെ താഴെയായിട്ട്, അതായത് ഈ പെട്ടി വെച്ചിരിക്കുന്ന ബെഞ്ചിന് താഴെയായിട്ടാണ് ഇടുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു സൈഡിൽ മൊത്തം പ്രകൃതി ഭംഗി, ചുറ്റും പച്ചപ്പാണ്.
മൊത്തം മരങ്ങളാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ കപ്പയും നട്ടിട്ടില്ലായിരുന്നു. പിന്നെയാണ് കപ്പയൊക്കെ അവിടെ നട്ടത്. പിന്നെ ഈ കണ്ണാടിയിലൂടെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ അവിടെ ഒരു കൈ പൊങ്ങി കാണുന്നത്. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. കാരണം ശിവാനിയുടെ കണ്ണാടിയാണ്, അവൾക്ക് നല്ല പൊക്കം ഉണ്ട്, അതുകൊണ്ട് അവൾ ആകാശത്ത് കൊണ്ടേ കണ്ണാടി വെച്ചേക്കുന്നത്. എനിക്ക് അവിടെ വരെ ഒന്നും എത്തത്തില്ല. ഞാൻ ആ കണ്ണാടി നോക്കണമെങ്കിൽ ആ കണ്ണാടി എടുത്ത് താഴെയെങ്ങാനും തൂക്കിയിടും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് ചെരുപ്പൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടോ, മൊത്തം ചെള്ളാണ് ഇവിടെ. പിന്നെന്തുവാ പറയാനുള്ള, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ റൂം എന്ന് പറയാനായിട്ട്. ഇതിൽ കൂടുതലൊന്നും ഇല്ല. പിന്നെ റൂമിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 4 വർഷമൊക്കെ ആകുമ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഇയേഴ്സിൻ്റെയും സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ്. 2 ഫാനും 1 ലൈറ്റുമാണ് ഞങ്ങളുടെ റൂമിലുള്ളത്. ഒരു ഫാൻ എനിക്ക് കറങ്ങാറില്ല. പിന്നെ അതൊക്കെ മതി ഞങ്ങൾക്ക് കിടക്കാൻ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതല്ലാതെ വേറെ ഒത്തിരി വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് പോയി വാച്ച് ചെയ്തോളാം.